പോർച്ചുഗീസുകാരെ ആട്ടിയോടിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് മലയാളിയായ ഒരു സൈന്യാധിപനായിരുന്നു കെ പി കാണ്ടേത്ത്. കെ പി കാണ്ടേത്ത് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ മലയാളി അധ്യക്ഷനായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായരുടെ പൗത്രനാണ്, ഒറ്റപ്പാലത്തുകാരൻ. അന്ന് ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്നത് മറ്റൊരു മലയാളിയാണ്, വി കെ കൃഷ്ണമേനോൻ. അപ്പോൾ മലയാളിയെ അഭിമാനിക്കാം. പോർച്ചുഗീസുകാർ കേരളത്തിൽ വന്ന് കൈയടക്കിയെങ്കിലും പിന്നീട് അവരെ ആട്ടി ഓടിക്കുന്നതിൽ നേതൃത്വം കൊടുത്തത് മലയാളികളായിരുന്നു എന്നൊക്കെ പറയാം. അപ്പം അങ്ങനെ നോക്കിയാൽ എന്താണ് 1500 ആണ്ട് മുതൽ 1961 വരെയുള്ള 450 കൊല്ലക്കാലമുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ സമരത്തിന്. ആക്രമണം നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള സമരത്തിന് 450 കൊല്ലത്തെ ചരിത്രമുണ്ട്. ആ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായിരുന്നു കുഞ്ഞാലി മരയ്ക്കാർ. കോഴിക്കോട്ട് സാമൂതിരിയുടെ നാവികത്തലവനായിരുന്നു എന്ന സാങ്കേതികത്വത്തിനപ്പുറം അറബിക്കടലിനെ അടക്കി വാണിരുന്ന നാവികനായിരുന്നു കുഞ്ഞാലി. അഡ്മിറൽ ഓഫ് ദി അറേബ്യൻ ഓഷൻ, അറേബ്യൻ സീ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് ഇംഗ്ലീഷിൽ പറയുന്നത്. അഡ്മിറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നാവികൻ എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥലോപം സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അഡ്മിറൽ എന്ന് പറഞ്ഞാൽ ഈ നാവികപ്പടയുടെ തലവനെയാണ് അഡ്മിറൽ എന്നൊക്കെ പറയുക. നാവികൻ എന്ന് പറഞ്ഞാലോ ഒരു നാവികൻ, തുഴയൽക്കാരനും ആവാം നാവികൻ. പക്ഷേ ശ്രീലങ്ക മുതൽ ഇന്നത്തെ പഴയ സിലോൺ, കൊളംബോ മുതൽ ഇന്നത്തെ ഗുജറാത്തിൻ്റെ തീരം വരെയുള്ള അറബിക്കടലിൻ്റെ അറബിക്കടലിനെ തൻ്റെ കച്ചവട സാമ്രാജ്യമാക്കി വികസിപ്പിച്ചിരുന്ന നേതാവായിരുന്നു, നാവികനായിരുന്നു, സൈന്യാധിപനായിരുന്നു കുഞ്ഞാലി. അദ്ദേഹം അറേബ്യക്കാരുമായിട്ടായിരുന്നു കച്ചവട ബന്ധമുണ്ടായിരുന്നത്. അതിനിടയ്ക്കിലേക്ക് പോർച്ചുഗീസുകാർ കടന്നു വന്നാണ് സംഘർഷഭരിതമായൊരു അന്തരീക്ഷം ഉണ്ടാക്കാനിടയായതും. അദ്ദേഹത്തെ ചതിയിൽപ്പെടുത്തി പിടിച്ചു, ഗോവയിൽ കൊണ്ടുപോയി പല കഷ്ണങ്ങളായി ഉപ്പിലിട്ട് കൊണ്ടുവന്ന് കണ്ണൂരിൽ തല നാട്ടി കേരളീയരോട് പോർച്ചുഗീസുകാരുടെ ക്രൂരത കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി കുഞ്ഞാലി മരയ്ക്കാരാണ്. അവസാനത്തെ രക്തസാക്ഷി ഞാൻ പറയും മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹം വധിക്കപ്പെട്ടത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണെന്നിരിക്കലും അദ്ദേഹം വധിക്കപ്പെടാൻ ഇടയായ സാഹചര്യമുണ്ടായത് ഇന്ത്യയിലെത്തി ഏതാണ്ട് ഒരു 3 പതിറ്റാണ്ട് കാലം അദ്ദേഹം നടത്തി വന്നിരുന്ന, ഇവിടെ KEN സൂചിപ്പിച്ച തരത്തിലുള്ള ജനങ്ങളെ മുഴുവൻ അണിനിരത്തിക്കൊണ്ടുള്ളൊരു ദേശീയ പ്രസ്ഥാനം, ദേശീയ പ്രതിരോധ പ്രസ്ഥാനം സംഘടിപ്പിച്ചതിലുള്ള വിദ്വേഷം കൊണ്ട് സങ്കുചിതമായി അതിനെ കണ്ട സങ്കുചിതമായിട്ടാണ് ദേശീയതയെ നിർവചിക്കേണ്ടതെന്നുള്ള കഠിന വിശ്വാസത്തിൽ ഉറച്ചു നിന്ന ആൾക്കാരുടെ ഗൂഢശ്രമത്തിൻ്റെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഗാന്ധിജി വധിക്കപ്പെട്ടത്. അപ്പോൾ ഇന്ത്യയിലെ അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിൽ അവസാനത്തെ 3 പതിറ്റാണ്ട് കാലമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. 1915 അദ്ദേഹം എത്തിയെങ്കിലും ആദ്യം ഒരു സമരനായകനായി അദ്ദേഹം രംഗത്തെത്തുന്നത് 1917 ചമ്പാരൻ കർഷകരുടെ പ്രക്ഷോഭത്തിലായിരുന്നു. അദ്ദേഹം 48 ജനുവരി 30 വധിക്കപ്പെട്ടത്. അപ്പോൾ ആദ്യ രക്തസാക്ഷിയും കുഞ്ഞാലിയും അവസാനത്തെ രക്തസാക്ഷി ഗാന്ധിജിയുമാണ്. ഈ 480 കൊല്ലക്കാലത്തെ സമരത്തിനിടയ്ക്ക് സമരത്തെ നമുക്ക് ഒരു 2 ഘട്ടമായിട്ട് നിർവചിക്കേണ്ട അല്ലെങ്കിൽ വിഭജിക്കേണ്ടതായിട്ട് വരും. കാരണം ദേശീയത എന്ന സങ്കല്പത്തെ ശരിക്കും നിർവചിക്കണമെന്നുണ്ടെങ്കിൽ, മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വിഭജനം ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. 1858 അവസാനിക്കുന്ന കലാപം, ആ കലാപം വരെയുള്ള 1-ാം ഘട്ടത്തിൽ വിദേശികൾക്കെതിരായി പോരാടി രക്തസാക്ഷിത്വം വരിച്ചവരുണ്ട്, ധീരോദാത്തമായ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിച്ചവരുണ്ട്. അവരൊക്കെ തന്നെ രാജ്യത്തിൻ്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്.